ഇന്ന് നമ്മളിവിടെ കൂടിയിരിക്കുന്നത് ശ്രീരാമകൃഷ്ണ പുരഞ്ജനാനന്ദ ആശ്രമം വേദാന്ത റിസർച്ച് സെൻ്റർ ചെമ്പൂർ വൈക്കം കോട്ടയം ജില്ലയിൽ ഈ ഒരു ചർച്ച ഉദ്ദേശിക്കുന്നത് ഈ വേദാന്ത റിസർച്ച് സെൻ്ററിൻ്റെ ലക്ഷ്യം എന്താണെന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ അതിനായിട്ട് നമ്മളുടെ പ്രസിഡൻറ്റ് ശ്രീ സ്വാമി സനാതനാനന്ദജി ക്ഷണിച്ചു. നിങ്ങളുടെ ചോദ്യം വേദാന്ത റിസർച്ച് സെൻ്ററിൻ്റെ ലക്ഷ്യം എന്താണെന്നല്ലേ പറയാം. ലോകത്ത് അനേകം ആചാര അനുഷ്ഠാനങ്ങളോടുകൂടി അനേകം മതങ്ങൾ നിലവിലുണ്ട്. ഓരോ മതക്കാരും ഓരോ മതവിഭാഗത്തിൽപ്പെട്ടവരും അവരവരുടേതായ ആചാര അനുഷ്ഠാനങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട്, പക്ഷേ നാട്ടിൽ അല്ലെങ്കിൽ ലോകത്ത് അക്രമവും അനീതിയും കൊലയും കൊളരാഴിമവും വ്യഭിചാരവും തട്ടിപ്പും വെട്ടിപ്പും കള്ളനോട്ടടിയും കള്ളക്കടത്തും ഗറില്ല പ്രവർത്തനങ്ങളും സ്ത്രീ പീഡനങ്ങളും ഏറി വരുന്നു. ഒരു മതത്തിലും ഇങ്ങനെയൊന്നും അനുഷ്ഠിക്കുവാൻ നിർദ്ദേശിച്ചിട്ടില്ല. പിന്നെ എന്താണ് ഇതിങ്ങനെയൊക്കെ ഈ ദുഷിച്ച ഫലം അല്ലെങ്കിൽ ശാസ്ത്രവിരുദ്ധമായ ഫലം അല്ലെങ്കിൽ മനുഷ്യദ്രോഹം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ മാനവൻ ചെയ്യാനുള്ളത് കാരണം എന്തെന്ന് വെച്ചാൽ, വേദ ഇതിഹാസങ്ങളിൽ അടങ്ങിയിരിക്കുന്ന വേദസാരം എന്തെന്നറിയാത്തവരാണ് ഇന്ന് മതത്തിൻ്റെ നേതൃസ്ഥാനം അലങ്കരിക്കുന്നത്. അതുകൊണ്ട് ആ മതത്തിലടങ്ങിയിരിക്കുന്ന വേദസാരം എന്തെന്ന് മാനവനെ പറഞ്ഞ് മനസ്സിലാക്കാതെ വേദത്തിൻ്റെ ലക്ഷ്യമെന്തെന്ന് പറഞ്ഞ് മനസ്സിലാക്കാത്താണ് ഈ പോരായ്മയ്ക്ക് കാരണം. അപ്പോൾ കഴിവതും എല്ലാ മതങ്ങളിലും അടങ്ങിയിരിക്കുന്ന വേദസാരം എത്രത്തോളം മാനവന് പകർന്നു കൊടുക്കാമോ അതാണ് വേദാന്ത റിസർച്ച് സെൻ്ററിൻ്റെ ലക്ഷ്യം. സ്വാമിജി, എല്ലാ മതങ്ങളിലും അടങ്ങിയിരിക്കുന്ന ഈ തത്വസംഹിതകൾ മാനവന് നന്മയ്ക്കാണല്ലോ. എങ്കിൽ ആ നന്മയെക്കുറിച്ച് അങ്ങയുടെ ആ ദൃഷ്ടിയിൽ കണ്ടെത്തിയ അതിൻ്റെ ഒരു വിശദീകരണം ഞങ്ങൾക്കൊന്ന് പകർന്നു തരാമോ? എല്ലാ മതങ്ങളും ഏകസ്വരത്തിൽ പറയുന്ന ഒരു വിഷയമാണ്. അതെന്തെന്ന് വെച്ചാൽ, ഈ ലോകം സൃഷ്ടിച്ചിരിക്കുന്നത് അള്ളാഹുവാണെന്ന് ഖുർആൻ അനുശാസിച്ചിരിക്കുന്നു. ഈ ലോകം സൃഷ്ടിച്ചിരിക്കുന്നത് പിതാവാണെന്ന് ബൈബിൾ അനുശാസിച്ചിരിക്കുന്നു. ഈ ലോകം സൃഷ്ടിച്ചിരിക്കുന്നത് ഈശ്വരനാണെന്ന് ഹിന്ദുമതവും അനുശാസിച്ചിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ ലോകം മാനവരേവരും ഒരേ അള്ളാഹുവിൻ്റെ മക്കളല്ലേ? ആ രീതിയിൽ നോക്കുമ്പോൾ, ഖുറാനിലൂടെ നോക്കുമ്പോൾ എല്ലാ മനുഷ്യരും സഹോദരായിട്ടാണ് നാം കാണേണ്ടത്. ഒരു മുസൽമാൻ കാണേണ്ടത് സഹോദരി അള്ളാഹു സൃഷ്ടിച്ചിരിക്കുകയാണല്ലോ, അള്ളാഹുവിൻ്റെ മക്കളാണ് നാം. അപ്പോൾ വിഭാഗീയതകൾക്ക് അതീതമായിട്ട് വിശ്വസാഹോദര്യമാണ് വേണ്ടത് എന്ന് ഖുറാനിലൂടെ നോക്കിക്കാണും. ബൈബിളിലൂടെ പറയുമ്പോൾ പിതാവാണ് ഈ ലോകം സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് ബൈബിൾ അനുശാസിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ലോകമാനവരേവരും ഒരേ പിതാവിൻ്റെ മക്കളല്ലേ? അപ്പോൾ ഒരു ക്രിസ്ത്യാനി ആയിരിക്കേണ്ടവൻ ലോകമാനവനെ സഹോദരായിട്ട് കാണേണ്ടിയിരിക്കുന്നു. അത് കാണാത്തവരാരും ഒരു ക്രിസ്ത്യാനിയുമാകുകയില്ല. ഇനി ഹിന്ദു ഈശ്വരനാണ് ഈ ലോകത്തെ സൃഷ്ടിച്ചിരിക്കുന്നത് ഹിന്ദുമതം അനുശാസിച്ചിരിക്കുമ്പോൾ ലോകമാനവരേവരും തൻ്റെ സഹോദരായിട്ട് കാണുക എന്നുള്ളതാണ് ഹിന്ദുമതത്തിൻ്റെയും ലക്ഷ്യം. പിന്നെ എന്താണ് അതിൽ നിന്ന് ഭിന്നമായിട്ട് കാണാനുള്ള കാരണം എന്നറിയേണ്ടതില്ലേ? പറയാം. വിശ്വസഹോദര്യമാണ് എല്ലാ മതങ്ങളുടെ ലക്ഷ്യമെന്ന് സ്വാമിജി പറഞ്ഞു. എന്തുകൊണ്ടാണ് ആ ലക്ഷ്യങ്ങൾ നടപ്പാകാത്തത്? അതായത് പാചകം, നമ്മൾ കഴിക്കുന്ന പദാർത്ഥങ്ങൾ പാചകം ചെയ്ത് പരിജ്ഞാനമില്ലാത്തൊരു വ്യക്തി, ഒരു സ്ത്രീ ആയാലും പുരുഷനായാലും, അവർ സകലവിധ പദാർത്ഥങ്ങളും ചേരുവകളും ഉണ്ടെങ്കിലും അവർ പാചകം ചെയ്താൽ നമുക്കത് കഴിക്കുവാൻ സാധിക്കില്ല. ചിലപ്പോൾ ഉപ്പ് കൂടി പോവാം, എരിവ് കൂടി പോവാം, ചേരുവകൾ പലതും പലായിട്ട് കിടക്കാം. അതുപോലെ അനുഭവജ്ഞാനം, വേദത്തിൻ്റെ അനുഭവജ്ഞാനം ആത്മസാക്ഷാത്കാരമാവുന്നു. അപ്പോൾ അവബോധം സിദ്ധിക്കാത്ത മനുഷ്യൻ മതത്തിൻ്റെ നേതൃസ്ഥാനത്ത് കയറി വരുമ്പോൾ മതത്തിൻ്റെ സാഹോദര്യം വിശ്വസാഹോദര്യമാണെന്ന് അറിയാതെ അവരേവരും, ഇപ്പോൾ ഉദാഹരണം മുസൽമാൻ, അവൻ പറയുന്ന അള്ളാഹുവിലൂടെ മാത്രമേ സ്വർഗരാജ്യത്തിൽ പ്രാപിക്കൂ. അങ്ങനെ വരുമ്പോൾ ആ ഇസ്ലാം മതത്തെ വിശ്വസിക്കാത്തവരാരും സ്വർഗരാജ്യത്തിലേക്ക് പോവുകയില്ലെന്നുള്ള പ്രബോധനമാണ് അവൻ കൊടുക്കുന്നത്. അതായത് വിഭാഗീയതയാണ് അവിടെ സൃഷ്ടിക്കുന്നത്. ആ വിഭാഗീയത വിശ്വസാഹോദര്യത്തിന് ഉപോത്ബലമായിട്ട് തീരുന്നില്ല. അതുപോലെ തന്നെ ക്രിസ്തുമതം പറയുന്നു
ക്രിസ്തുമതമല്ല പറയുന്നത്, ക്രിസ്തുമത ആചാരാനുഷ്ഠാനങ്ങൾ പ്രായോഗികതയിൽ വരാത്ത മതാവബോധമില്ലാത്ത ആളുകൾ മതത്തിൻ്റെ നേതൃസ്ഥാനത്തിരുന്നുകൊണ്ടാണ് പറയുന്നത് ക്രിസ്തുമതത്തിൽ കൂടെ മാത്രമേ സ്വർഗരാജ്യം പ്രാപിക്കൂ. അങ്ങനെ വരുമ്പോൾ അവിടെയും വിഭാഗീയതാണ് സൃഷ്ടിക്കുന്നത്. കാരണം എന്താ, ഇവൻ പറഞ്ഞ അനുഭവജ്ഞാനം, ഈ ലോകം സൃഷ്ടിച്ചിരിക്കുന്നത് ഈശ്വരനാണ് എന്ന അനുഭവത്തിലൂടെ വരുത്താത്തവനാണ് നേതൃസ്ഥാനം വഹിക്കുന്നത്. അങ്ങനെ വരുമ്പോഴും അവിടെ വിഭാഗീയത സൃഷ്ടിച്ചു. ഹിന്ദു മതത്തിലൂടെ അതിൻ്റെ ആ രീതിയിലുള്ള അലകൾ കുറവാണ്. എങ്കിലും അപൂർവം ആളുകളെ കൃഷ്ണനിൽ കൂടെ കൃഷ്ണനാണ് വലിയ ആൾ, ശിവനാണ് വലിയ ആളെന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറയാൻ പാടില്ല. കാരണം മതത്തിനെക്കുറിച്ചുള്ള അവബോധം, ആത്മജ്ഞാനം കിട്ടാത്തത് കൊണ്ടാണ് അത് പറയുന്നത്. ഉദാഹരണം, നമ്മുടെ വസതികളിൽ അല്ലെങ്കിൽ വ്യവസായശാലകളിൽ ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ ഒരുപാടുണ്ടല്ലോ. അന്നിൽ ഫാനുണ്ട്, മോട്ടറുണ്ട്, ഹീറ്ററുണ്ട്, ബൾബുണ്ട്, ട്യൂബുണ്ട്. ഇതെല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കറണ്ട് പോയാൽ ഇതെല്ലാം പ്രവർത്തിക്കും? ഒന്നും പ്രവർത്തിക്കില്ല. അപ്പോൾ ആ വിവിധ ആകാരങ്ങളോടുകൂടിയും വിവിധ രീതിയിലും പ്രവർത്തിക്കുന്ന എല്ലാ യന്ത്ര സാമഗ്രികളിലും അടങ്ങിയിരിക്കുന്ന ഏകശക്തി ഈശ്വരനാണ്. അതുപോലെ അനേകം ആചാരാനുഷ്ഠാനങ്ങളോട് ലോകത്ത് പ്രവർത്തിക്കുന്ന എല്ലാ മനുഷ്യരിലും എല്ലാ ജീവജാലങ്ങളിലും ഒരേ ഈശ്വരനാണ്. ഈ കറണ്ട് അപ്രകാരം അതിൽ അന്തർനിഹിതമായിരിക്കുന്നു. അതുപോലെ മാനവരിലേവരും എല്ലാം ഒരേ ഈശ്വരനാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന അനുഭവത്തിൽ വരുത്താത്തവരുടെ പ്രബോധനങ്ങളാണ് ഈ വികലമായ കാഴ്ചപ്പാടുണ്ടാക്കാനും ഇതുപോലെ സങ്കുചിതമായ കാര്യങ്ങൾ പറയാനും അത് കേട്ടിട്ട് എൻ്റെ മതം വലുതെന്ന ആചാരാനുഷ്ഠാനങ്ങൾ വെച്ച് പുലർത്തുമ്പോൾ അവരിൽ നിന്ന് ഉരുത്തിരിയുന്ന തരംഗങ്ങൾ, വിചാര തരംഗങ്ങളുണ്ട്. അത് ഈ ലോകത്തെ ശിഥിലമാക്കുന്നു. അങ്ങനെ മനുഷ്യനെ അനാശാസ്യവൃത്തികൾ അനുഷ്ഠിക്കാനത് പ്രേരിതമാവുന്നു. അതൊന്ന്. പിന്നെ എല്ലാ മതത്തിൻ്റെയും ലക്ഷ്യം ആചാരാനുഷ്ഠാനങ്ങളിലൂടെ ആത്മസാക്ഷാത്കാരമാണ്. ഭൗതിക സുഖ ഭോഗ ആസ്വാദനത്തിനു വേണ്ടി ഈശ്വരനെ ആരാധിക്കരുത് എന്ന് എല്ലാ മതങ്ങളും ഏകസ്വരത്തിൽ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അത് വരുമ്പോൾ എന്താണ് ഭൗതിക സുഖഭോഗ ആസ്വാദനത്തിന് വേണ്ടി ഈശ്വരനെ ആരാധിക്കരുതെന്ന് പറയാൻ കാരണം? ഈശ്വരൻ എന്ന് പറയുന്ന ആ മഹാപ്രസ്ഥാനം അല്ലെങ്കിൽ ആ മഹാശക്തി ഏതാണോ ആ ശക്തി ആദ്യം ചെയ്തത് ജീവജാലങ്ങളെ സൃഷ്ടിക്കുന്നതിന് മുൻപ് അവയ്ക്ക് വേണ്ടുന്ന ആഹരിക്കുന്നതിനും വിഹരിക്കുന്നതിനും ശ്വസിക്കുന്നതിനും കുടിക്കുന്നതിനും കുളിക്കുന്നതിനുമുണ്ട് വെള്ളം, വായു, പ്രകാശം, സസ്യലതാദികൾ, വൃക്ഷലത, ഇതൊക്കെ സൃഷ്ടിച്ചു. ആ സൃഷ്ടിച്ചിരിക്കുന്ന വിഭവങ്ങൾ നാം പ്രോസസ് ചെയ്ത് കഴിച്ചാൽ മാത്രം മതി. അത് പിന്നീട് ഈശ്വരനോട് യാചിക്കേണ്ട കാര്യമില്ല. ഈശ്വരനോട് പ്രാർത്ഥിക്കേണ്ട ഒരേ ഒരു ലക്ഷ്യം നിത്യജീവൻ അഥവാ ശാശ്വതമായ ആനന്ദം ലഭിക്കുന്നതിന് വേണ്ടി മാത്രമായിരിക്കണം പ്രാർത്ഥന. ഇല്ലാത്ത പ്രാർത്ഥന കൊണ്ട് ലോകമാനവൻ എന്തിട്ട് ഈ സങ്കുചിത വിചാരമാണ് വച്ചു പുലർത്തുക. അപ്പോൾ അവരിൽ നിന്നും പുറപ്പെടുന്ന വിചാര തരംഗങ്ങൾ ഈ ലോകത്ത് പ്രഷറൈസ് ചെയ്തിട്ട് അത് ഈ ഭൂമിയുടെ സന്തുലിതാവസ്ഥയെ മാറ്റിമറിക്കും. സന്തുലിതാവസ്ഥയെ മാറ്റിമറിക്കുമ്പോൾ അതിവൃഷ്ടിയും അനാവൃഷ്ടിയും കൊടുങ്കാറ്റും ഭൂമി കുലുക്കവും ഉണ്ടാകുന്നതിനൊപ്പം തന്നെ മനുഷ്യ മനസ്സിലേക്ക് ഇത് കയറിപ്പറ്റിയിട്ട് അവരെ ദുർമാർഗികളാക്കി മാറ്റുന്ന പ്രോസസ്സിങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുകൊണ്ടാണ് ആചാര്യ മുഖത്ത് നിന്ന് അഥവാ ഗുരുമുഖത്ത് നിന്ന് വേദം അഭ്യസിക്കണമെന്ന് പറയാനുള്ള കാരണം. അതില്ലാത്തതാണ് ഇന്ന് ഈ ലോകമതങ്ങൾക്കെല്ലാം പറ്റിയിരിക്കുന്ന ലോകമാനവൻ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുഷ്കൃത്യങ്ങൾക്കും വിഷമതകൾക്കുമുള്ള കാരണം. സ്വാമിജി, ഇന്ന് ലോകത്ത് ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം എന്നീ വിഭാഗത്തിൽപ്പെട്ട മതങ്ങളാണ് ഉള്ളത്. ഇതിലെന്താണ്, ആരാണ് ക്രിസ്ത്യൻ, ഹിന്ദു, മുസ്ലിം എന്ന് അറിയാൻ താല്പര്യം? താങ്കളുടെ ചോദ്യം ഇന്ന് ലോകത്ത് പ്രധാനമായും നിലനിന്നു വരുന്ന 3 മതങ്ങളെക്കുറിച്ചാണ് ചോദിച്ചത്. ഒന്ന് ക്രിസ്തു മതം, ഒന്ന് ഇസ്ലാം മതം, ഒന്ന് ഹിന്ദു മതം. അതിൽ ഇസ്ലാം മതക്കാരനെ മുസൽമാനെന്നും ക്രിസ്തു മതക്കാരനെ ക്രിസ്ത്യാനി എന്നും ഹിന്ദു മതക്കാരനെ ഹിന്ദു എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ലോകത്തുനിന്ന് ഏറ്റവും കൂടുതലുള്ള ജനസംഖ്യ ക്രിസ്ത്യാനികളാണ്. അതുകൊണ്ട് ക്രിസ്തു മതത്തെക്കുറിച്ച് തന്നെ ആദ്യം പറയാം. ആരാണ് ഒരു ക്രിസ്ത്യാനി ആയിരിക്കേണ്ടവൻ്റെ യോഗ്യത? ക്രിസ്തു പറയുന്നു, അധരം കൊണ്ട് പറയുന്നവർ ആരുമല്ല എന്നെ അനുഗമിക്കുന്നവർ. എൻ്റെ നാമനിമിത്തം മാതാവിനെയും പിതാവിനെയും സഹോദരരെയും ധനത്തെയും ഗൃഹത്തെയും ത്യജിച്ച് ആർ എൻ്റെ പിന്നാലെ വരുന്നുവോ അവനാണ് എന്നെ അനുഗമിക്കുന്നവൻ എന്ന് യേശു ക്രിസ്തു ഉപദേശിച്ചിരിക്കുന്നു.
അങ്ങനെ വരുമ്പോൾ സർവ്വസംഘങ്ങളെയും, മാതാവിനെയും പിതാവിനെയും ധനത്തെയും ഗൃഹത്തെയും സർവ്വസംഘങ്ങളെയും പരിത്യജിക്കുന്നവനെ വേദത്തിൽ അല്ലെങ്കിൽ മലയാളത്തിൽ അല്ലെങ്കിൽ സംസ്കൃതത്തിൽ സന്യാസി എന്നാണ് പറയുന്നത്. അപ്പോൾ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ സന്യാസി എന്നാണ് സാരം. പക്ഷേ ഇന്ന് ജീവിച്ചിരിക്കുന്നവരാരും ക്രിസ്ത്യാനികളല്ല, അവർ അക്രൈസ്തവനാണ്. കാര്യം ക്രിസ്തു ഏതാണോ ത്യജിക്കുവാൻ പറഞ്ഞിരിക്കുന്നത് അവയെല്ലാം കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് ഞാൻ ക്രിസ്ത്യാനിയാന്ന് പറയുന്നത്. അപ്പോൾ ബൈബിൾ പ്രകാരം, ക്രിസ്തുമത ആദേശപ്രകാരം ഇവരാരും ക്രിസ്ത്യാനികളല്ല. അങ്ങനെ വരുമ്പോൾ അവരുടെ പ്രവർത്തനം വിപരീത ഫലത്തെയാണ് ലോകത്ത് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇപ്പോൾ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ആരാണ്? സന്യാസി. എന്താ കാര്യം? സർവ്വസംഘങ്ങളെയും, എൻ്റെ പിന്നാലെ വരുന്ന അധരം കൊണ്ട് പറയുന്നവർ ആരുമല്ല എന്നെ എന്ന് ക്രിസ്തുവെ അനുകരിക്കുന്ന, എൻ്റെ നാമനിമിത്തം മാതാവിനെയും പിതാവിനെയും സഹോദരരെയും ധനത്തെയും ഗൃഹത്തെയും ത്യജിക്കുവാനാണ് ക്രിസ്തു ആദേശിക്കുന്നത്. അപ്പോൾ സന്യാസ മതമാണ് ക്രിസ്തു ഉപദേശിച്ചിരിക്കുന്നത്. ക്രിസ്തുവിനെ അനുകരിക്കണവൻ സന്യാസി ആയിരിക്കണം. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ സന്യാസി എന്നാണ് സാരം. അത് വെച്ച് നോക്കുമ്പോൾ ഇന്ന് ഉള്ളവരാരും ക്രിസ്ത്യാനികൾ അല്ല. ഇനി ലോകത്ത് ജനസംഖ്യയിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്നത് ഇസ്ലാം മതമാണ്. അപ്പോൾ ഇസ്ലാം മത ആചാരാനുഷ്ഠാനം നയിക്കുന്നവരെ മുസ്ലിം എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ആരാണ് ഒരു മുസൽമാൻ? മുസൽമാൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾ എന്തായിരിക്കണം എന്ന് ഖുറാനിൽ അനുശാസിച്ചിരിക്കുന്നത് ഞാൻ നിങ്ങളോട് പറയാം. ഖുറാൻ ഒരാൾ മുസൽമാനാവുന്നത് പുണ്യമാർജിക്കുവാൻ അഥവാ സ്വർഗരാജ്യം ലഭിക്കുവാൻ വേണ്ടിയിട്ടാണ്, അഥവാ ജന്നത്തുണ്ടാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ പുണ്യം ലഭിക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്നാണ് ഖുറാൻ ഇവിടെ പഠിപ്പിക്കുന്നത്. 3-ാം അധ്യായം 92-ാമത്തെ വാക്യം. ഹേ മനുഷ്യ, നിനക്ക് പുണ്യമാർജിക്കണമെങ്കിൽ നിനക്ക് പ്രിയങ്കരമായ വസ്തുക്കളെന്തോ അവയെ ത്യജിക്കാതെ പുണ്യം ആർജിക്കുവാൻ സാധ്യമല്ല. ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ച്, പുരുഷനെ സംബന്ധിച്ച് എന്താണ് പ്രിയങ്കരം? അവന് സ്ത്രീ പ്രിയങ്കരനാണ്, സ്ത്രീക്ക് പുരുഷൻ പ്രിയങ്കരനാണ്, മാതാപിതാക്കൾക്ക് മക്കൾ പ്രിയങ്കരനാണ്, മക്കൾക്ക് മാതാപിതാക്കൾ പ്രിയങ്കരാണ്, സമ്പത്ത്, സൗഭാഗ്യങ്ങൾ, പേര്, പ്രശസ്തി, സ്ഥാനമാനങ്ങൾ, ഇതൊക്കെയാണ് ഓരോ വ്യക്തികളും സംഗ്രഹിച്ച് ആചരിച്ച് അനുഷ്ഠിച്ച് സമ്പാദിച്ച് വരുന്നത്. മുസൽമാൻ ആകണമെങ്കിൽ, പുണ്യം ആർജിക്കണമെങ്കിൽ, ജന്നത്ത് ലഭ്യമാകണമെങ്കിൽ ഇവയെ ത്യജിക്കുവാനാണ് ഖുറാനും അനുശാസിച്ചിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ സർവ്വസംഘങ്ങളെയും പരിത്യജിച്ചവരെ മലയാളത്തിൽ അഥവാ സംസ്കൃതത്തിൽ സന്യാസി എന്നാണ് പറയുന്നത്. അങ്ങനെ അപ്പോൾ മുസൽമാൻ എന്ന് പറഞ്ഞാൽ സന്യാസി എന്നാണ് സാരം. ഇന്ന് ലോകത്ത് കാണുന്ന മുസ്ലിം എന്നറിയപ്പെടുന്നവരാരും ഖുറാൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ മുസൽമാൻ അല്ല, അവരേവരും അമുസ്ലിമുകളാവുന്നു. അങ്ങനെ വരുമ്പോൾ ലോകത്ത് ഖുറാൻ അനുശാസിച്ചിരിക്കുന്ന വിശ്വസാഹോദര്യം നലബദേ. ഇതാണ് ഇസ്ലാം മതത്തിലൂടെ മുസ്ലിം എന്ന പദത്തിൽ ഖുറാൻ സംഗ്രഹിച്ചിരിക്കുന്ന സാരം. സന്യാസി, സർവസംഘ പരിത്യാഗി. അടുത്തതായിട്ട് ഹിന്ദുമതമാണ്. ഹിന്ദുമതം ഇന്ന് ലോകത്ത് അനേകം മതങ്ങളുണ്ടെങ്കിലും ആ മതങ്ങളൊക്കെ ഒരു വ്യക്തികളിൽ അധിഷ്ഠിതമാണ്. ഇസ്ലാം മതം, ക്രിസ്തുമതം, ബുദ്ധമതം ആ വ്യക്തികളിൽ അധിഷ്ഠിതമാണ്. പക്ഷേ ഹിന്ദുമതത്തിൻ്റെ കാര്യം അതിൽ നിന്നും വ്യതിരിക്തമാണ്. ഹൈന്ദവേതര മതങ്ങളെല്ലാം വ്യക്തികളിൽ അധിഷ്ഠിതമായിരിക്കുമ്പോൾ ഹിന്ദുമതം തത്വത്തിലാണ് അധിഷ്ഠിതമായിരിക്കുന്നത്. അത് ആദ്യമായിട്ട് നിങ്ങൾ അല്ലെങ്കിൽ ശ്രോതാക്കളേവരും മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഹിന്ദു എന്ന് പറഞ്ഞാൽ സന്യാസി എന്നാണ് ഒറ്റ വാക്കിനർത്ഥം. ആ ഹിന്ദു എന്നുള്ള പദത്തെ വിഘടിപ്പിച്ചാൽ ഹി പ്ലസ് ന പ്ലസ് ദ പ്ലസ് ഉ സമം ഹിന്ദു. അതിൽ ഹികാരം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്നു, നഗാരവും ധകാരവും ഉകാരവും ലോപിച്ചു ഹിന്ദുവായി. അപ്പോൾ ഹി പ്ലസ് ഹിന്ദു ഹിന്ദു. ഇനി അതിൻ്റെ വിശദീകരണത്തിലേക്ക് കടക്കാം. അപ്പോൾ ഇത് ഹിന്ദുമതത്തിൻ്റെ പരമപ്രാധാന്യമായ ലക്ഷ്യം വിശ്വസാഹോദര്യമാണെന്ന് പറഞ്ഞല്ലോ. അതിൽ വേദത്തിൽ ഇങ്ങനെ പറയുന്നു: അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായനീം അമ്പത്വാമനുസന്തതാമി ഭഗവത്ഗീതേ ഭവദ്വേഷിണീം. അദ്വൈത ദർശനത്തെ, അദ്വൈത ദർശനം എന്ന് വെച്ചാൽ നമ്മിൽ നിന്നും ഭിന്നമായിട്ട് കാണുന്ന മനുഷ്യരും വൃക്ഷലതാദികളും പക്ഷി മൃഗാദികളും എല്ലാം കാണുന്നവനിൽ നിന്നും ഭിന്നമല്ല, കാണുന്നവൻ തന്നെയാണ് എന്നുള്ള സത്യം അനുഭവിച്ചറിയാൻ വേണ്ടിയിട്ടാണ്
ഈ മതം പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ആരനുഷ്ഠിക്കണം? ഇതം തേനാദവസ്കായ നാഭക്തായ കഥാചന നജ ശുശ്രൂഷവേ വാച്യം നജ മാമ്യോ അഭ്യസൂയതി. ഇതം തേന അതപസ്കായ, തപസ് ചെയ്യാത്തവനോട്. എന്താണ് തപസ്? അനിത്യ വസ്തു വിവേക വിചാരം വന്ന് അനിത്യതയെ ത്യജിച്ച് നിത്യതയെ സ്വീകരിക്കുവാനുള്ള മനോവികാസം ആർജിച്ചവനെയാണ് തപസ്യായിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ കാണുന്ന ദൃശ്യവസ്തുക്കളൊക്കെ ഉണ്ടായി വളർന്ന് വർദ്ധിച്ച് മാറിക്കൊണ്ടിരിക്കുന്നത് മാറ്റപ്പെടാത്ത സത്യവസ്തു ഈശ്വരനാണ് എന്നുള്ള അവബോധം വരുമ്പോൾ അവന് ആസ്വദിച്ച് വന്ന ഈ ഘടകങ്ങളെല്ലാം എനിക്ക് വേണ്ട, ഈശ്വരനെ മാത്രം മതി എന്നുള്ള വിചാരം ആരിൽ അങ്കുരിച്ചിരിക്കുന്നുവോ അവനാണ് ഈ മതം, അദ്വൈത ദർശനത്തെ പ്രതിപാദിക്കുന്ന മതം ആചരിച്ചനുഷ്ഠിക്കുവാൻ യോഗ്യൻ എന്ന് ആദ്യമായിട്ട് പറയുന്നു. ഇനി അഭക്തായ കഥാജന, ഭക്തി ഇല്ലാത്തവനോട് ഇത് ഉപദേശിക്കരുത്. എന്താണ് ഭക്തിക്ക്? ഭക്തിയുടെ നിർവചനമുണ്ട്. പുത്രധാരാർത്ഥാദിഷു നിസ്നേഹത്വവും ചെയ്ത് ശക്തിയൊന്നെങ്കിലും കൂടാതെ നിരന്തരം മന്മന്ത്രോപാസകനാം ഭക്തൻ അവർക്കു സിദ്ധിച്ചിടും തത്വജ്ഞാനവും കൈവല്യവും. ഇപ്പോൾ ഈ കാണുന്നൊരു കണ്ണടയാണ്, നിങ്ങളിൽ നിന്ന് ഭിന്നമായിട്ട് കാണുന്നു. നിങ്ങൾ കാണുന്ന വ്യക്തി കാണപ്പെടുന്ന ഘടകം തത്വമസി, നിങ്ങളിൽ നിന്ന് ഭിന്നമായിട്ട് കാണുന്ന ഘടകം ഒരു വ്യക്തിയായാലും വൃക്ഷമായാലും എല്ലാം നിങ്ങൾ തന്നെയാണ് എന്ന് അനുഭവിച്ചറിയണമെങ്കിൽ ആദ്യം ഇത് നിസ്സംഗനായിട്ട് എല്ലാം ത്യജിക്കേണ്ടിയിരിക്കണു എന്നാണ് ഭക്തൻ എന്നുള്ള നിർവചനത്തിലൂടെ പഠിക്കേണ്ടത്. ഇപ്പോൾ ഒരു മുട്ടയുടെ പുറമേയുള്ള ബാഹ്യമായ സ്ട്രക്ചർ ഉടയാതെ ആ മുട്ടയിലിരിക്കുന്ന കുഞ്ഞിന് പുറത്തു വരാൻ പറ്റില്ല. ഒരു വിത്തിൽ മുകുളമുണ്ട്, വിത്തിൻ്റെ സ്ട്രക്ചർ ഉടയാതെ മുകുളവും പുറത്തു വരില്ല. അതുപോലെ ഓരോ വ്യക്തികളെയും ബാധിച്ചിരിക്കുന്ന, ആവരണം ചെയ്തിരിക്കുന്ന ഭാര്യ, പുത്ര, മിത്ര, കളത്ര, ധനധനാദി സമ്പദ് സൗഭാഗ്യങ്ങളാവുന്ന വേലിക്കെട്ട് അത് വിഘടിച്ചിട്ട് വേണം നിങ്ങളിലെ നിങ്ങൾ പുറത്തു വരാനെന്ന് ഭക്തിയിലൂടെ പഠിപ്പിക്കുന്നു. ഭക്തായ കഥ ശുശ്രൂഷവേ വാച്യം, എന്നിൽ ശുശ്രൂഷാ ബുദ്ധി ഇല്ലാത്തവനോട് ഇത് ഉപദേശിക്കരുത്. 5000 വർഷങ്ങൾക്ക് മുമ്പ് ശ്രീകൃഷ്ണനാണിത് പറയുന്നത്. അപ്പോൾ ആ കൃഷ്ണൻ ഇന്ന് ജീവിച്ചിരിപ്പില്ല ശരീരത്തോടു കൂടി. ആ കൃഷ്ണനെ നമുക്ക് ശുശ്രൂഷിക്കാൻ പറ്റുമോ? അപ്പോൾ പിന്നെ ഇത് പൊള്ളയായിട്ട വാക്കല്ലേ നമുക്ക് തോന്നുക? അല്ല. അപ്പോൾ കൃഷ്ണനെന്നോ ഈശ്വരനായിട്ട് ഉപമിച്ചിരിക്കുന്നു. അപ്പോൾ ഈശ്വരൻ എവിടെ സ്ഥിതി ചെയ്യുന്നത് എന്ന് വേദം അനുശാസിക്കുന്നു. ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി ഭ്രാമയൻ സർവഭൂതാനി യന്ത്രാരൂഢാനി മായ. ഈശ്വരൻ എല്ലാ ജീവജാലങ്ങളുടെയും ഹൃദയാന്തര്യാമായിട്ട് സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ നാഭ്യസൂയതി, എന്നോട് അസൂയില്ലാത്തവനോട് അല്ല, എന്നെ ശുശ്രൂഷാ ബുദ്ധി ഇല്ലാത്തവനോട് ഉപദേശിക്കരുത് എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യരിലും ഈശ്വരൻ സ്ഥിതി ചെയ്യുന്നു. അവൻ ജാതിക്കും മതത്തിനും അതീതമായിട്ട് അവനെ കാണണം. അങ്ങനെ